കുന്നന്താനം ഏലിയാസ് കവലയ്ക്ക് സമീപത്തെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ മോഷണം നടന്നു. കതകു കുത്തിത്തുറന്ന് കയറിയ കള്ളൻ വഞ്ചു കുത്തിത്തുറന്ന് പണം അപഹരിച്ചു. കുന്നന്താനം ഏലിയാസ് കവലയ്ക്ക് സമീപത്തെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിലാണ് ബുധനാഴ്ച രാത്രിയിൽ മോഷണം നടത്തിയത്. പള്ളിയുടെ കതക് തകർത്ത് അകത്ത് കടന്ന കള്ളൻ ഭണ്ഡാരപ്പെട്ടി കുത്തിത്തുറന്ന് പണം അപഹരിച്ചു. കീഴ്വായ്പൂര് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെ പ്രധാന ശുശ്രൂഷകൻ മോൻസി ഐരൂർ വ്യാഴാഴ്ച രാവിലെ 10:00 പള്ളിയിൽ എത്തിയപ്പോഴാണ് പള്ളിയുടെയും ഓഫീസിന്റെയും കതക് തുറന്നു കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ പള്ളി ഭാരവാഹികളെയും വികാരി അച്ഛനെയും വിവരം അറിയിച്ചു. തുടർന്ന് ജോയ്ക്കുട്ടി വർഗീസ് കോർ എപ്പിസ്കോപ്പ ഫാദർ റോജൻ പേരകത്ത് സ്ഥലത്തെത്തുകയും പള്ളിയുടെ നഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുകയും ചെയ്തു. മദ്ബഹയോട് ചേർന്നുള്ള വടക്കുവശത്തെ കതകിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് പള്ളിക്കുള്ളിൽ കയറിയത്. കള്ളൻ പള്ളിക്ക് നാശനഷ്ടം വരുത്തുകയും പണം ഉൾപ്പെടെ മോഷ്ടിക്കുകയും ചെയ്തെന്ന് ജോയിക്കുട്ടി വർഗീസ് കോർ എപ്പിസ്കോപ്പ പറഞ്ഞു. പള്ളിക്കകത്തെ വഞ്ചി കുത്തി തുറന്നിട്ടുണ്ട്. അതിനകത്ത് പൈസ ഉണ്ട്. അത് കുറച്ച് പൈസ നഷ്ടപ്പെട്ടു. കറക്റ്റായിട്ട് ഇത്ര ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഓഫീസ് മുറിയിൽ മേശയൊക്കെ തുറന്നിട്ടുണ്ട്. അവിടെയും കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതും എത്ര പൈസ ഉണ്ടെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് മെയിൻ കതകൊക്കെ ഇളക്കിയിട്ടുണ്ട്. ലോക്ക് വേറെ ഒന്നുകൊണ്ട് ലോക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ നഷ്ടങ്ങൾ പള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട്. പള്ളിയിലെ നടുവിൽ വെച്ചിരുന്ന ഭണ്ഡാരപ്പെട്ടിയിലെ പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 ആഴ്ചത്തെ പണം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ സാധുജന നിധിയുടെ ബോക്സിലെ പണവും അപഹരിക്കപ്പെട്ടു. മദ്ബഹയിൽ പ്രവേശിച്ച കള്ളൻ സൈഡ് വശത്തുള്ള അലമാരയുടെ പൂട്ടും തകർത്തു. ഓഫീസിലെ മേശയുടെ പൂട്ടും തകർത്തു. എങ്കിലും ഇവിടെ നിന്നൊന്നും നഷ്ടപ്പെട്ടില്ല. മഴയായ കാരണം യാതൊരുവിധ ശബ്ദവും കേട്ടില്ലെന്ന് സമീപവാസിയായ മിനി പറഞ്ഞു.